ഒരു അമ്മയുടെ ആരോഗ്യം അത് ശാരീരികമായും മാനസികമായും പഴയതുപോലെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യത്തിലാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ആയുർവേദ പ്രസവരക്ഷ കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പണ്ടുകാലം മുതലേ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരും അമ്മമാരും ചേച്ചിമാരും ഒക്കെ ചെയ്യുന്ന പ്രസവരക്ഷ അതല്ലെങ്കിൽ വേദകുളി എന്താണെന്നുള്ളത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു തെറാപ്പിസ്റ്റ് വന്ന് ചെയ്യുന്ന പ്രസവരക്ഷ. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള വേദകുളി എന്നുള്ളത് നമ്മളുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഉള്ള വാദത്തെ ശമിപ്പിക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് ഉള്ള ഒരു വേദകുളിയാണ്. പക്ഷേ ഒരിക്കലും അത് നമ്മളൊരു ആയുർവേദ ഡോക്ടർ കൊടുക്കുന്ന പ്രസവരക്ഷയെ പോലെ ആകില്ല. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ പേഷ്യൻറ്റിൻ്റെ ഡെലിവറി എങ്ങനെയുള്ളതാണ്, അതായത് സെക്ഷനാണോ നോർമൽ ഡെലിവറി ആണോ, അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കുഞ്ഞിനെ ലാച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പിന്നെ അമ്മയുടെ ഡൈജഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ബാക്ക് പെയിൻ, എവിടെയെങ്കിലും നീർക്കെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അതുപോലെ വൂണ്ട് ഹീലിംഗ് എങ്ങനെയുണ്ട്, അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനും ഒരു ഡയറ്റിക് പ്ലാനും ഒക്കെ കൊടുക്കുന്നത്. ഓരോ രോഗിയിലും ഈ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഡയറ്റിക് പ്ലാൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും.